തൃശ്ശൂരിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. രാവിലെ മുതൽ നമ്മൾ അതിൽ ആ രീതിയിൽ ആകാംക്ഷയോട് ഉറ്റുനോക്കുമ്പോൾ അവിടെ ചില പ്രശ്നങ്ങളല്ലേ, ഈ പുറത്തുള്ള ആളുകളെ ഇവിടെ ചേർക്കുന്നു അല്ലേ, ക്രമവിരുദ്ധമായി ആളുകളെ ചേർക്കപ്പെട്ടു, അല്ലെങ്കിൽ കൃത്യമായി ഐഡിയ ഉള്ളവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന ആരോപണം അപ്പോൾ പല വിധത്തിലാണ്. അപ്പോൾ ലിഷോയ് പറയും, ലിഷോയ് ഇടതുപക്ഷത്തിൻ്റെ ആരോപണം ആദ്യം കേട്ടാണ്, പിന്നീട് BJPയും പറഞ്ഞു കൃത്യമായി ഇവിടെ ഐഡന്റിറ്റിയിൽ ഒരു പ്രശ്നവുമില്ലാത്തവരെയും വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന ആരോപണവും. അപ്പോൾ ഇതെങ്ങനെയാണ് അധികാരികൾ ഈ രണ്ട് പരാതികളെയും അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്? പ്രശ്നങ്ങൾ പരിഹരിച്ച് വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ ഉണ്ടായ സ്ഥലങ്ങളിലൊക്കെ? എന്തായാലും ഇതിലൊരു സമവായത്തിൽ എത്തിയിട്ടുണ്ട്. 3 പേരുടെ വോട്ട് സംബന്ധിച്ചാണ് ഒരു തർക്കം നിലനിന്നിരുന്നത്. ആ 3 പേരെയും നിലവിൽ വോട്ട് ചെയ്യിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തി വോട്ട് ചെയ്യാനായി അനുമതി നൽകുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ UDFും LDFുമാണ് ഈ വോട്ട് ചെയ്യിക്കാൻ കഴിയില്ല, അത് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകരുത് എന്നുള്ള ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പിന്നീട് കളക്ടർ നേരിട്ടെത്തി ഇടപെടലിലൂടെ പിന്നീട് വോട്ട് ചെയ്യിക്കാം, വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ വോട്ട് ചെയ്യിക്കാം, ഇരട്ട വോട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചാൽ മതി എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. എന്തായാലും അതിനുശേഷം വീണ്ടും BJP പ്രവർത്തകരുടേക്ക് എത്തുകയും ആ 2 പേരെ കൊണ്ട് വോട്ട് ചെയ്യിക്കാത്തതിൽ പ്രതിഷേധം ഉന്നയിക്കുകയും ചെയ്തു. ഒടുവിൽ ആ 2 പേരെയും വോട്ട് ചെയ്യിക്കുകയും ചെയ്തു. അതോടുകൂടി ആ ഒരു പ്രശ്നം അവസാനിച്ചു. പക്ഷേ അതേസമയം തന്നെ LDF ആരോപിക്കുന്ന, UDF ആരോപിക്കുന്ന, 2 കൂട്ടരും ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ബൂത്തിൽ ഏകദേശം 78-ലധികം വോട്ടുകൾ സമാനമായ രീതിയിലുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇതുവരേക്കും അങ്ങനെയുള്ളവരാരും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അതിനാൽ തന്നെ മറ്റൊരു തർക്കത്തിന് ഇനിയിപ്പോൾ ഇടയില്ല എന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ കനത്ത പോളിംഗ് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് 40% കടന്നിരിക്കുന്നു. 1.5-ഓടുകൂടി 45%-നടുത്ത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ ക്യൂ ആണ് എല്ലാ പോളിംഗ് ബൂത്തുകളിലും കാണാൻ സാധിച്ചു. ഇപ്പോൾ ഉച്ച സമയമായതിനാൽ തന്നെ പോളിംഗ് ബൂത്തുകളിലെല്ലാം തന്നെ അല്പം നിര കുറവുണ്ട്. എങ്കിൽ പോലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും 3 മണിയോടുകൂടി വീണ്ടും തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത കണക്കാക്കുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ കനത്ത പോളിംഗ് കഴിഞ്ഞ തവണ 77.8% പോളിംഗ് ആണ് തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അതിൽ കൂടുതൽ പോളിംഗ് ശതമാനം ഒരുപക്ഷെ വന്നേക്കാം എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോഴത്തെ ഒരു പോളിംഗ് ശതമാനം ഉയർന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് എല്ലാവരും തന്നെ പറയുന്നത്. 3 മുന്നണികളും അവരുടെ വോട്ടുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം അതിരാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു ശ്രമം തുടരുകയാണ്. എന്തായാലും 45%-ലേക്ക് തൃശ്ശൂരിലെ പോളിംഗ് എത്തുന്നു എന്ന് പറയുമ്പോൾ കാര്യമായി തന്നെ ജനങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അത് 3 പേർക്കും ഭവിക്കട്ടെ എന്ന് ആശംസിക്കാനേ ഈ സന്ദർഭത്തിൽ കാരണം